ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാള തിളക്കം. മികച്ച മലയാള ചിത്രമായി ഉള്ളൊഴുക്ക്, മികച്ച സഹനടിയായി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഉർവശി, സഹനടനായി പ്രിയപ്പെട്ട വിജയരാഘവൻ, മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി, ചിത്രം പൂക്കാലം, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് 2018 എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻദാസ്, മികച്ച നടൻ ഷാറൂഖ് ഖാൻ, ഒപ്പം വിക്രാന്ത് മാസിയും ചേർന്നാണ് മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. മികച്ച നടിയായത് റാണി മുഖർജിയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, സുദീപ് തോസൻ മികച്ച സംവിധായകനാകുന്നു. കേരള സ്റ്റോറിക്ക് നിരവധി പുരസ്കാരങ്ങൾ കിട്ടുന്നു. മലയാളത്തിനും വിവരങ്ങൾ. മുതലേ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളത്തിന് ഏറെ നേട്ടങ്ങളാണ്, അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉള്ളൊഴുക്ക്, പൂക്കാലം എന്നീ രണ്ട് ചിത്രങ്ങൾ, കേരള സ്റ്റോറി എന്ന ചിത്രവും അവാർഡുകൾ കരസ്ഥമാക്കി. മികച്ച മലയാള ചിത്രം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉർവശിയെ തേടിയെത്തിയിരിക്കുകയാണ്. അവിടെയും അതേ കഥാപാത്രത്തിന്, ലീലാമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് സംസ്ഥാനത്ത് മികച്ച ജിഷ്ണു, നമ്മൾ ഈ വാർത്ത നേരത്തെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. മികച്ച സഹനടി ഉർവശിയും മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം മലയാള സിനിമയ്ക്കാണെന്നും. തീർച്ചയായും 4 മണിക്ക് മുൻപായി തന്നെ ഈ ജൂറി അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന് മുൻപായി ജനൻ ടിവിയുടെ ഭാഗത്തു നിന്നുള്ള വാർത്തകളിൽ വളരെ കൃത്യമായി ഉർവശി ഈ ലീലാമ്മ എന്ന കഥാപാത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടും എന്നുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ ലീലാമ്മ എന്ന കഥാപാത്രത്തിനാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത്. കൂടാതെ പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ 100 വയസ്സുള്ള കഥാപാത്രം അഭിനയിച്ച വിജയരാഘവൻ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുകയാണ്. കൂടാതെ മികച്ച പ്രൊഡക്ഷൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ മോഹൻദാസ് 2018 എന്ന ചിത്രം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രളയം അതിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആസ്പദമാക്കി എടുത്തിട്ടുള്ള ചിത്രത്തിലെ പ്രൊഡക്ഷൻ ഡയറക്ടർ മോഹൻദാസ് ആണ് മികച്ച ഡിസൈനിങ്ങിന് ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളത്. കൂടാതെ മിഥുൻ മുരളി പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം കൈവരിച്ചിട്ടുണ്ട്. പൂക്കാലം ഗണേഷ് രാജാണ് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. അതിന് 2 അവാർഡുകളാണ് ഇപ്പോൾ നേടാൻ സാധിച്ചത്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, കൂടാതെ മികച്ച സഹനടൻ വിജയരാഘവൻ. കൂടാതെ കേരള സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം സുദീപ് തോസനെ തേടിയെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക്, മതം മാറ്റത്തിനുമുള്ള വസ്തുതകളിലേക്ക് വെളിച്ചം വീശിയിട്ടുള്ള കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുദീപ് തോസനാണ് മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടാതെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മലയാള ചിത്രം നെക്കൽ ക്രോണിക്കൽ ഓഫ് ദ പാഡിമാന് പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത്രയുമാണ് മലയാളത്തിന് ഈ 2023 ചലച്ചിത്ര പുരസ്കാരം, ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കാവുന്നത്. കൂടാതെ മികച്ച തമിഴ് സിനിമയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് പാർക്കിംഗ് ആണ്. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ്, വാത്തി എന്ന സിനിമയിലെ സംഗീത സംവിധാനത്തിലൂടെ GV പ്രകാശാണ് മികച്ച സംഗീത സംവിധായകനായി തെരഞ്ഞെടുത്തത്. കൂടാതെ മികച്ച നടൻ എന്നുള്ള പുരസ്കാരം 2 പേർ ചേർന്നാണ് പങ്കിട്ടെടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഷാറൂഖ് ഖാൻ ആണ്. കൂടാതെ മറ്റൊന്ന് വിക്രാന്ത് മാസി ആണ്. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസി +2 ഫെയിൽ എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൈവരിച്ചിട്ടുള്ളത്. കൂടാതെ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തതും 12th ഫെയിൽ എന്ന ചിത്രം തന്നെയാണ്. ആ ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള 2023 അവാർഡ് നൽകിയിട്ടുള്ളത്. +2 ഫെയിൽ ആയിട്ടുള്ള ഒരാൾ പിന്നീട് IPS ഉദ്യോഗസ്ഥനായി മാറുന്ന പശ്ചാത്തലത്തിലാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിലെ അഭിനയത്തിന് വിക്രാന്ത് മാസി മികച്ച നടനാവുന്നു. കൂടാതെ മികച്ച ചിത്രമായും 12th ഫെയിൽ തെരഞ്ഞെടുക്കുന്നു. ഷാറൂഖ് ഖാനാണ് മികച്ച മറ്റൊരു നടൻ. 2 പേർ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. കൂടാതെ റാണി മുഖർജിയാണ് മികച്ച നടിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലാണ് റാണി മുഖർജിയെ മികച്ച നടിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൃഷ്ണരാജ്. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർ, റാണി മുഖർജി മികച്ച നടി.
മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, മികച്ച സഹനടി ഉർവശി, മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് മലയാള ചിത്രത്തിന് ലഭിക്കുന്നു. 2018 പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന് മോഹൻദാസാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. മികച്ച എഡിറ്ററായി പൂക്കാലം സിനിമയുടെ എഡിറ്റർ മിഥുൻ മുരളി സമ്മാന അർഹനാകുന്നു, പുരസ്കാര അർഹനാകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.